ചതിച്ചാശാനെ. നമ്മളാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധരായ സിനിമാ പ്രേക്ഷകരെന്ന് അഭിമാനിക്കുന്നവരാണ് മലയാളികൾ. ഫ്രെയിം ബൈ ഫ്രെയിം സിനിമ അനലൈസ് ചെയ്യുന്നവർ, IMDb റേറ്റിംഗ്സ് നോക്കി സിനിമ തിരഞ്ഞെടുക്കുന്നവർ. പക്ഷേ ചാപ്പക്കുരിശ്, കൊറിയൻ കോപ്പി, കോക്ടെയിൽ, ഹോളിവുഡ് കോപ്പി, താളവട്ടം, വൺ ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, റോബോട്ട് ആൻഡ് ഫ്രാങ്ക്, ആൻഡ് ദാറ്റ്സ് ജസ്റ്റ് ദ ബിഗിനിങ്. തിയേറ്ററിൽ പോയി കാശും കൊടുത്ത് നമ്മൾ കൈയടിച്ച പല സിനിമകളും പിന്നീട് മറ്റൊരാളുടെ സിനിമയുമായി ഞെട്ടിക്കുന്ന സാമ്യം പുലർത്തുന്നതായി കണ്ടെത്തിയപ്പോൾ അയ്യോ ചതിച്ചാശാനെ. പക്ഷെ ഒരു മിനിറ്റ്, എല്ലാം കോപ്പിയുടെയാണോ? ഇൻസ്പിറേഷൻ, അഡാപ്റ്റേഷൻ, ഒഫീഷ്യൽ റീമേക്ക്, പ്ലേജറിസം, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇന്ന് അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഹായ്, ദിസ് ഇസ് അഞ്ജന ജോർജ് ആൻഡ് യു ആർ വാച്ചിങ് ബട്ട് വൈ, പവേർഡ് ബൈ ക്രിയോൺ സ്റ്റുഡിയോസ്. സിനിമയെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ തന്നെ അതിന്റെ കഥകളെയും സത്യസന്ധമായി പറയേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട്. സോ ലെറ്റ്സ് ഓപ്പൺ ദ പ്ലേജറിസം ഫയൽ ഓഫ് മലയാളം, ഇന്ത്യൻ ആൻഡ് ഈവൻ വേൾഡ് സിനിമ. നമ്മുടെ മലയാള സിനിമയിലേക്ക് വരുമ്പോൾ ഇത് പുതിയൊരു കഥയല്ല. ഫ്രം ഗോൾഡൻ ക്ലാസിക്സ് ടു ദ അബ്സല്യൂട്ട് ലേറ്റസ്റ്റ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്, ദ ലൈൻ ബിറ്റ്വീൻ ബ്രില്യന്റ് ഇൻസ്പിറേഷൻ ആൻഡ് ബലാറ്റൻ കോപ്പി പേസ്റ്റ് പ്ലേജറിസം ഹാസ് ഓൾവേസ് ബീൻ ഇൻക്രെഡിബിളി തിൻ. ആദ്യം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് വിവാദങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ അടുത്ത് റിലീസായ മോഹൻലാലിന്റെ തുടരും എന്ന ചിത്രത്തിനെതിരെ സനൽകുമാർ ശശിധരന്റെ റിലീസ് ചെയ്യാത്ത സ്ക്രിപ്റ്റായ തീയാട്ടവുമായി സാമ്യമുണ്ടെന്ന് ആരോപിച്ച് പല നിയമ പോരാട്ടങ്ങളും നടക്കുന്നത് നമ്മൾ കണ്ടു. തൊട്ടു പിന്നാലെ ഷെയ്ൻ നിഗം നായകനായ ഈ വർഷത്തെ ക്രൈം ത്രില്ലർ ദൃഢം, മുൻ IPS ഓഫീസർ R ശ്രീലേഖയുടെ കരിങ്കുടി പോലീസ് സ്റ്റേഷൻ എന്ന സ്റ്റോറിയുടെ ക്രെഡിറ്റ് നൽകാത്ത പകർപ്പാണെന്ന് ആരോപണം ഈ അടുത്തുണ്ടായി. അതുപോലെ ചാപ്പക്കുരിശ് ഓർമ്മയുണ്ടോ? സൗത്ത് കൊറിയൻ ചിത്രമായ ഹാൻഡ് ഫോണിന്റെ അൺഒഫീഷ്യൽ റീമേക്ക് ആണെന്നതിൽ ഒരു രഹസ്യവുമില്ല. ഇതിന്റെ ഒറിജിനൽ കൊറിയൻ സംവിധായകൻ കിം ഹാൻ മിൻ ഈ സിനിമ കണ്ട ശേഷം പ്രതികരിച്ചത് സിനിമയുടെ സോൾ നഷ്ടപ്പെടുത്തി ശരീരഘടന മാത്രം നിലനിർത്തിയെന്നാണ്. നമ്മുടെ ഹൃദയം കവർന്ന കുഞ്ഞപ്പൻ പോലും ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ കോമഡി ചിത്രമായ റോബോട്ട് ആൻഡ് ഫ്രാങ്കിൽ നിന്നും വലിയ രീതിയിൽ ആശയങ്ങൾ കടം കൊണ്ടതാണ്. ഇനി ഒരു വിന്റേജ് ക്ലാസിക് എടുത്താൽ MT വാസുദേവൻ നായരുടെ മാസ്റ്റർ പീസ് നിർമാല്യം സിനിമയിലെ വിഖ്യാതമായ വെളിച്ചപ്പാടിന്റെ ക്ലൈമാക്സ് രംഗം T ദാമോദരന്റെ ബ്രോക്കൺ ഐക്കൺസ് എന്ന നാടകത്തിൽ നിന്ന് എടുത്തതാണെന്നാണ് അദ്ദേഹത്തിന്റെ മകൾ ദീദി ദാമോദരൻ പിന്നീട് തുറന്നു പറഞ്ഞത്. മലയാളം മാത്രമല്ല, ഹോളിവുഡും ഈ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി ആയിരുന്ന ബർഫി, അതിന്റെ ഫിസിക്കൽ കോമഡി സീക്വൻസ് പലതും ചാർലി ചാപ്ലിന്റെയും ബസ്റ്റർ കീറ്റിന്റെയും മൂവികളിൽ നിന്നും ഫ്രെയിം ബൈ ഫ്രെയിം പകർത്തിയതാണ്. നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച മുന്നാബായ്, റോബിൻ വില്യംസിന്റെ പ്രശസ്ത ഹോളിവുഡ് ചിത്രം പാച്ച് ആഡംസിൽ നിന്നും ഇൻസ്പയർ ചെയ്ത് നിർമ്മിച്ചതാണ്. ഡയറക്ടർ പ്രിയദർശന്റെ കാര്യം പിന്നെ പറയാനില്ലല്ലോ. എവർഗ്രീൻ ചിത്രങ്ങളായ താളവട്ടം, വെട്ടം, ബോയിങ് ബോയിങ് എന്നിവയെല്ലാം യഥാക്രമം വൺ ഫ്ലൂ ഓവർ ദ കുക്കൂസ് നെസ്റ്റ്, ഫ്രഞ്ച് കിസ്, ബോയിങ് ബോയിങ് എന്നീ വിദേശ സിനിമകളുടെ ഒഫീഷ്യൽ അല്ലാത്ത അഡാപ്റ്റേഷനുകളായിരുന്നു. ഇവിടെയാണ് നമ്മൾ നിയമം മനസ്സിലാക്കേണ്ടത്. All copying is not illegal plagiarism. There is a legal spectrum. ഒന്ന്, ഒഫീഷ്യൽ റീമേക്ക്. പണം നൽകി ഒരു സിനിമയുടെ റീമേക്ക് റൈറ്റ്സ് വാങ്ങി നിർമ്മിക്കുന്നത് നിയമപരമാണ്. ഉദാഹരണത്തിന് ജീത്തു ജോസഫിന്റെ ദൃശ്യം പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടതുപോലെ. രണ്ട്, ക്രിയേറ്റീവ് അഡാപ്റ്റേഷൻ. ഒരാശയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സ്വന്തം സംസ്കാരത്തിലേക്ക് മാറ്റി എഴുതുന്നത്. ഉദാഹരണത്തിന് ഷേക്സ്പിയറിന്റെ മാക്ബത്ത് ദിലീഷ് പോത്തൻ ജോജിയാക്കി മാറ്റിയതുപോലെ. മൂന്ന്, പ്ലേജറിസം അഥവാ അടിച്ചുമാറ്റൽ. യാതൊരു അനുവാദവും ഇല്ലാതെ റൈറ്റേഴ്സിന് ക്രെഡിറ്റോ പണമോ നൽകാതെ മറ്റൊരു ക്രിയേറ്റീവ് വർക്ക് സ്വന്തം പേരിൽ അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ കോപ്പിറൈറ്റ് നിയമപ്രകാരം ഒരു ഐഡിയയ്ക്ക് പകർപ്പവകാശമില്ല. അതിന്റെ എക്സ്പ്രഷന് അല്ലെങ്കിൽ ആവിഷ്കാരത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു കൊറിയൻ ചിത്രത്തിന്റെ പ്ലോട്ട് എടുത്ത് അതിലേക്ക് 4 പാട്ടുകളും കുറച്ച് കുടുംബ വികാരങ്ങളും ചേർക്കുമ്പോൾ ഇത് നിയമപരമായി ചോദ്യം ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്നത്. എന്നാൽ ഇപ്പോൾ നിയമവും എഴുത്തുകാരും ഒരേപോലെ ശക്തമാണ്. 13 വർഷത്തെ സുദീർഘമായ നിയമ പോരാട്ടത്തിനൊടുവിൽ മേജർ രവിയുടെ കർമ്മയോധ എന്ന ചിത്രം തന്റെ തിരക്കഥ മോഷ്ടിച്ചതാണെന്ന് തെളിയിച്ച് എഴുത്തുകാരൻ റെജി മാത്യു 30 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി നേടിയെടുത്തത്. ഇതാണ് ഈ രംഗത്തെ ഏറ്റവും വലിയ ഒരു ലീഗൽ ബാറ്റിൽ ആൻഡ് വിൻ. കൂടാതെ തിരക്കഥാകൃത്തുക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇന്ന് ഫെഫ്ക പോലുള്ള സംഘടനകളും സജീവമായി മുന്നിലുണ്ട്. മലയാള സിനിമയ്ക്ക് ആഗോളതലത്തിൽ വലിയ അംഗീകാരമുള്ള ഈ കാലഘട്ടത്തിൽ നമുക്കൊന്നിന്റെയും കോപ്പിയടിയുടെ അവകാശമില്ല. നമ്മൾ നിർമ്മിച്ച മാസ്റ്റർ പീസ് മണിച്ചിത്രത്താഴ് കണ്ട് അത്ഭുതപ്പെട്ടിട്ടാണ് ബോളിവുഡിലും സൗത്ത് ഇന്ത്യൻ സിനിമകളിലും ഒക്കെ ഈ സിനിമ അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ലോക സിനിമയെ തന്നെ ഞെട്ടിച്ച പല സിനിമകളും നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രേക്ഷകൻ എന്ന നിലയിൽ നിലവാരമില്ലാത്ത ഇത്തരം അടിച്ചുമാറ്റലുകളെ ചോദ്യം ചെയ്യേണ്ടത് നമ്മുടെയും കൂടി കടമയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you next time on But Why. Bye from Anjana George. This is But Why, powered by Creon Studios. Thank you.